ആദ്യം ഞാൻ MP-യിലേക്ക് പോവുകയാണ്. ഡോക്ടർ വി ശിവദാസൻ, ഇപ്പോൾ സംഭൽ വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ഐക്യമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംഭൽ വിഷയം ആദ്യം ഉയർത്തുന്നത് സമാജ്വാദി പാർട്ടിയാണ്. പാർലമെന്റിനകത്ത് നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ സമാജ്വാദി പാർട്ടിക്കൊപ്പം മുസ്ലിം ലീഗുണ്ട്. പക്ഷേ കോൺഗ്രസ് അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. പ്രതിഷേധം ഒറ്റയ്ക്ക് കോൺഗ്രസ് പിന്നീട് ഏറ്റെടുത്തുകൊണ്ടിപ്പോൾ സംഭലിലേക്ക് പോകുമ്പോൾ അവിടെ തടയപ്പെടുകയും ചെയ്യുന്നു. ലീഗാകട്ടെ നേരത്തെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ മാറി മാറി വേറെ വേറെ പ്രതിഷേധങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല, അത് ഇന്ത്യ ബ്ലോക്ക് എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം RSSന്റെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി യോജിക്കാൻ പറ്റുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ തെറ്റായ നയത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോം അതാണത്. കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ നിലപാടുണ്ടാവും, സമാജ്വാദി പാർട്ടിക്ക് സമാജ്വാദി പാർട്ടിയുടെ നിലപാട്, CPIMന് CPMൻ്റെ നിലപാട്, മറ്റോരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ രാഷ്ട്രീയ പാർട്ടികളുടേതായിട്ടുള്ള നിലപാടുകളുണ്ടാവും. പക്ഷേ ഇവിടെ സംഭൽ വിഷയത്തിലുണ്ടായിട്ടുള്ള നിലപാടെന്താണ്? അതിൽ പൊതുവിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം BJPയുടെ RSSൻ്റെ വർഗീയവൽക്കരണ നയത്തിനെതിരായി നിലപാടെടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ പള്ളി തകർത്ത് കലാപം ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഈ വർഗീയവാദികളായിട്ടുള്ള ഹിന്ദുത്വ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അവർ കോടതിയിലൊരു കേസ് കൊടുക്കുന്നു, ആ കേസിൻ്റെ മുകളിൽ ഉടൻ ഒരു വിധിയുമായി ഒരു കമ്മീഷനെ വെക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. വളരെ കൃത്യമാണ് പ്ലാൻ. കലാപം ഉണ്ടാക്കുക, ജനങ്ങളെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അധികാരത്തിലേക്ക് വരിക എന്ന RSS BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണമാണ് സംഭലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഞാൻ ഡോക്ടർ വി ശിവദാസ് ഞാൻ ചോദിച്ചത്. അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് അതിൽ പ്രതിഷേധിക്കുന്ന പാർട്ടികളുടെ ഐക്യവും വിഷയമാണല്ലോ ഡോക്ടർ വി ശിവദാസ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ വർഗീയ നിലപാടിനെതിരെ ഒന്നിച്ചു എന്നുള്ളതാണല്ലോ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന വിഷയമാണിത്. ഗ്യാൻവാബിക്ക് ശേഷം ഇപ്പോൾ സംഭലിൽ നടക്കുന്ന കാര്യം. അവിടെ 5 മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് സമാജ്വാദി പാർട്ടി കരുതുമ്പോൾ അദാനി വിഷയമാണ് പ്രധാനപ്പെട്ടതെന്ന് നേരത്തെ കോൺഗ്രസ് കരുതുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ അതിലൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാകണം ഒറ്റയ്ക്ക് പോയി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോയത്. അതാണ് ഞാൻ ചോദിച്ചത്, ഇതിലെന്താണ് ഒരു ഐക്യപ്പെടലില്ലാത്തത്? ഇതിൽ അങ്ങയുടെ ചോദ്യത്തോടെ എനിക്ക് പ്രതികരിക്കാനുള്ളത് 5 രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ 6 രാഷ്ട്രീയ പാർട്ടികൾക്ക് 6 അഭിപ്രായം എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. 6 രാഷ്ട്രീയ പാർട്ടികൾക്ക് 10 അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കുറച്ച് അത്ഭുതപ്പെടുത്തും. ഇവിടെ എന്താണ്, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൊതുവിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടികളും RSSൻ്റെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ ഒരു പരിധി വരെയെങ്കിലും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ച. ഇതിലുള്ളതെന്താണ്, മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പാർട്ടികൾ, അത് ആ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള കലാപങ്ങൾ അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അവർ തുടരുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ വ്യത്യസ്ത അഭിപ്രായത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന RSSൻ്റെയും BJPയുടെയും പദ്ധതി എന്താണ്? ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അവർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, കാശി മധുര ബാക്കി ഹേ. എന്തിനായി മുദ്രാവാക്യം വിളിച്ചത്? ഇന്ത്യയിൽ ഇപ്പോൾ RSS BJP നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ അഴിമതിയുണ്ട്. ആ അഴിമതി ചർച്ച ചെയ്യപ്പെട്ടുകൂടാ എന്നുള്ളതുകൊണ്ടാണ്. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവം എന്താണ്? രാമക്ഷേത്രം നിർമ്മിച്ചു, രാമക്ഷേത്രത്തിൻ്റെ ചോർച്ചയെക്കുറിച്ച് പൂജാരി തന്നെ പറഞ്ഞു. അവിടെ പണിതിട്ടുള്ള രാംപന്തിൻ്റെ അഴിമതിയെക്കുറിച്ച് വലിയ റിപ്പോർട്ട് വന്നു. 2000 കോടിയിലേറെ ചെലവഴിച്ചിട്ടാണ് രാംപന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നാട്ടിലാകെ നടക്കുമ്പോൾ കാശി മധുര ബാക്കി ഹേ എന്നാണ് പറഞ്ഞത്. മധുരയിൽ എന്താണ്, അവിടെ പണിതിട്ടുള്ള വാട്ടർ ടാങ്ക് തകർന്നു വീണിട്ട് 2 ആളുകൾ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതൊന്നും ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പാടില്ലെന്ന RSSനും BJPക്കും ആഗ്രഹമുണ്ട്. മഹാരാഷ്ട്രയിലുണ്ടായ എന്താണ്, കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയിട്ടുള്ള അടൽ സേതു ഉണ്ട്. അടൽ ഫേം ശക്തമായത് എന്നാണല്ലോ അർത്ഥം. ആ അടൽ ഫേം ഒരു വിള്ളലുണ്ടായി, കോടികളുടെ അഴിമതി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരാഴ്ചക്കിടയിൽ 15 പാലങ്ങൾ തകർന്നു വീണതിൻ്റെ കണക്കുകൾ വരുന്നു. ഇതൊക്കെ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കണമെങ്കിൽ എന്താണ് വഴി? അതിനുള്ള വഴി കലാപം ഉണ്ടാക്കലാണ്, ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്, ഭരണപക്ഷം ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക കൂടിയുണ്ടോ ഡോക്ടർ വി ശിവദാസ്? ഇപ്പോൾ അദാനി വിഷയം സഭയിൽ മിണ്ടാൻ അനുവദിച്ചില്ല ലോക്സഭാ സ്പീക്കർ. പക്ഷേ സംഭൽ വിഷയത്തിൽ പ്രതികരിക്കാൻ അഖിലേഷ് യാദവിന് അനുമതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിടയിലെ ഭിന്നിപ്പ് നന്നായി ഉപയോഗപ്പെടുത്താൻ അവർക്കറിയാം.
BJPയും RSSും പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ പാർട്ടിയും സംഘടനയാണ്. അവർ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാൻ നിൽക്കില്ലല്ലോ. ചെറിയ വിള്ളൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അതിനെ എങ്ങനെയാണ് വിപുലപ്പെടുത്താൻ നോക്കുകയെന്ന് അവർ നോക്കും. അതിനെ ചെറുക്കാൻ പറ്റുന്നതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. വർഗീയതക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ ആ ഒരു നല്ല ബോധ്യത്തോടു കൂടി നിലപാടെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഉയർത്തിയിട്ടുള്ള വിമർശനം എന്താണ്? കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ടൊന്നും തന്നെ യാതൊരുവിധ കൺസൾട്ടേഷനും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു പ്രവൃത്തിയിലേക്ക് RSSന് BJPക്കെതിരായിട്ടുള്ള പ്രവൃത്തിയിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പറ്റാവുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് കൂടിയാലോചിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവിൻ്റെ പ്രതികരണവുമായി ചേർത്ത് വെച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. കോൺഗ്രസ് ഒരു ജാഗ്രത കാണിക്കണം, കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സമാജ്വാദി പാർട്ടിയുടെ പ്രസ്താവന നടത്തിയിട്ടുള്ള നേതാവിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. കാരണം ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണല്ലോ സമാജ്വാദി പാർട്ടി. അവരുടെ പ്രസ്താവനയാണ്. അവർ പറഞ്ഞു കോൺഗ്രസ് ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ അത് വർഗീയവാദികളെയാണ് സഹായിക്കുക, RSSനെയും BJPയാണ് സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രസ്താവന. നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത്, രാമക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്ത് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജയിച്ചത് BJPക്കാരനായിരുന്നില്ല എന്ന് ഓർമ്മിക്കണം. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ RSSനെയും BJPയെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ അവർക്കെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പാർട്ടികളിലൊന്ന് സമാജ്വാദി പാർട്ടിയാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ RSS BJPയുടെ വർഗീയ അജണ്ടയെ തുറന്നു കാണിക്കണം. അതിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾ ഇവിടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നോക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെയും തുറന്നു കാണിക്കണം. RSSും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDPIയും ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരായുള്ള ക്യാമ്പയിൻ രാജ്യത്തെ എല്ലാ നിരപേക്ഷ കക്ഷികളും ചേർന്ന് നടത്തേണ്ടതാണ്. അതോടൊപ്പം മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളും ആ പാർട്ടികളും തിരുത്തലുകൾക്ക് തയ്യാറാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.